നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹം. ജനങ്ങൾ പരിഭ്രാന്തരായി. പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ വീടിന്റെ സമീപത്തും തറയിലും കണ്ടെത്തി. പോലീസ് എത്തി അന്വേഷിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. തിരുമിറ്റക്കോട് പള്ളിപ്പാടം പ്രദേശത്തെ മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവായി. തൃത്താല എംഎൽഎയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയുമായ എം പി രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. പള്ളിപ്പാടത്ത് മണ്ണ് ഖനന സ്ഥലം പരിശോധിക്കാനെത്തിയ ജിയോളജി വകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്ന് വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. ഗതാഗത കമ്മീഷണറുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിന് സ്റ്റേ ഇല്ല. സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. അന്തരിച്ച പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് കെ നടേശന് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം വെള്ളിയാഴ്ച പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. മങ്ങാട് കെ നടേശന്റെ വിയോഗത്തോടെ ഗുരുവായൂരിന് നഷ്ടമായത് ചെമ്പൈ സംഗീതോത്സവത്തിലെ നേതൃസ്ഥാനീയനെ. വിവാഹം കഴിഞ്ഞ് 11ാം നാൾ നവവധു വയറുവേദനയെ തുടർന്ന് മരിച്ചു. പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട്ട് ഷൺമുഖൻ മകൻ ലിജിത്തിന്റെ ഭാര്യയും നാട്ടിക അറയ്ക്കൽ വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ മകളുമായ ധനിതയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹത്തെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി. ഇന്നലെ രാത്രി കൊമ്പത്തേൽപ്പടി കിഴക്കുഭാഗം കല്ലൂർ മതിലകത്ത് അക്ബറിന്റെ വീടിന് സമീപത്താണ് പുലിയെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ജീവിയെ കണ്ടത്. അക്ബറിന്റെ ഭാര്യ സെബീനയാണ് പുലിയെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടത്. നായ്ക്കൾ ശക്തമായി കുരയ്ക്കുന്നത് കേട്ട് നോക്കിയപ്പോഴാണ് വീടിന് മുന്നിലെ തറയിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവി നിൽക്കുന്നത് കണ്ടത്. ഭയന്ന് വീടിനകത്തേക്ക് കയറിയ സെബീന ബന്ധുക്കളെയും പോലീസിലും വിവരം അറിയിച്ചു. പോലീസ് എത്തി അന്വേഷിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ സമീപത്തും തറയിലും കണ്ടെത്തി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടു വീണ സംഭവത്തിൽ ജിയോളജി വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജിയോളജി വകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചു. മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ജിയോളജി വകുപ്പ് ഉത്തരവ് നൽകി. കഴിഞ്ഞ ദിവസമാണ് മണ്ണെടുപ്പ് നടത്തുന്ന പള്ളിപ്പാടം കുന്നിൽ നിന്ന് ഭീമൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടു വീണത്. കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടി തടഞ്ഞു നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസി ഓടിമാറിയതിനാൽ ആളപായമുണ്ടായില്ല. പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വലിയ ദുരന്തമൊഴിവാക്കി. കുന്നിൻ ചെരുവിൽ 200ഓളം വീടുകളും 300ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മണ്ണെടുപ്പ് തടഞ്ഞു. തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ മണ്ണെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പ് പരിശോധനയ്ക്ക് എത്തിയത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത്. മണ്ണെടുക്കുന്ന കുന്നിൽ നിന്ന് ശക്തമായ വേനലിലും വെള്ളം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സൂചനയാണെന്ന് നാട്ടുകാർ അറിയിച്ചു. നാട്ടുകാരുടെ പരാതി ബോധ്യപ്പെട്ട ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി. മണ്ണെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം UDF പഞ്ചായത്ത് മെമ്പർമാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗതാഗത കമ്മീഷണറുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിന് സ്റ്റേ ഇല്ല. സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. മെയ് മാസം മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ മോട്ടോർ വാഹന വകുപ്പ് പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നത് തടയണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ജസ്റ്റിസ് കൌസർ എടപ്പങ്കത്ത് നിരാകരിച്ചത്. സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്നും കോടതി വ്യക്തമാക്കി. കമ്മീഷണർക്ക് സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല സർക്കുലർ എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സ്റ്റേ ആവശ്യം കോടതി നിരാകരിച്ചത്. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ, ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ, ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി, വിവിധ വ്യക്തികൾ തുടങ്ങിയവരാണ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലർ കേന്ദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം.
അതേസമയം കേന്ദ്ര നിയമത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അതുകൊണ്ടുതന്നെ സർക്കുലർ നിയമപരമാണെന്ന് സർക്കാരും വാദിച്ചു. കേസ് വീണ്ടും 21-ന് പരിഗണിക്കും. CCTV ന്യൂസ്, കേച്ചേരി. കാട്ടകാമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽ കടവ് പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. വേനൽ മഴ പെയ്യാത്തതും 100 അടി തോട്ടിൽ വെള്ളം വറ്റിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി. മഴക്കാലത്തിന് മുൻപ് തോട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് കരാറുകാർ. 2018-ൽ നിർമ്മാണം തുടങ്ങിയ കരിച്ചാൽ കടവ് പാലം കം ചെക്ക് ഡാം നിർമ്മാണം ഇഴയുന്നത് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. 1.5 വർഷമാണ് നിർമ്മാണ കാലാവധി നിശ്ചയിച്ചിരുന്നതെങ്കിലും 5 വർഷം കഴിഞ്ഞും പണി പൂർത്തിയായിട്ടില്ല. ഇതോടെ സർക്കാർ മുൻകൈയെടുത്ത് കരാറുകാരനെ മാറ്റിയിരുന്നു. പുതിയ കരാറുകാർ പണി ഏറ്റെടുത്തതോടെ അതിവേഗത്തിൽ പണി നീങ്ങി. തോട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ അപ്രോച്ച് റോഡിന്റെയും മറ്റും പണി പൂർത്തിയാക്കാൻ കഴിയും. പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് ഉടൻ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരു പഞ്ചായത്തിലുമുള്ള ജനങ്ങൾ. ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് റോഡ് നിർമ്മാണം വിലയിരുത്താൻ കിഫ്ബി ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു. കിഫ്ബി പദ്ധതിയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിലാണ് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതി അവലംബിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP പുരുഷോത്തമൻ, സീനിയർ കൺസൾട്ടന്റ് രാജീവൻ, കൺസൾട്ടന്റ് VT രാഹുൽ തുടങ്ങിയവരാണ് നിർമ്മാണം വിലയിരുത്താനെത്തിയത്. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI സജിത്, ബാബ് കൺസ്ട്രക്ഷൻസ് MD ബഷീർ തുടങ്ങിയവരും സംബന്ധിച്ചു. AC മൊയ്തീൻ MLA നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലത്തെത്തിയിരുന്നു. നിർമ്മാണം പൂർത്തിയാകുന്ന കൂമ്പുഴ പാലത്തിന് സമീപം ചെമ്മന്തിട്ട പാടശേഖരത്തോട് ചേർന്നും അക്കിക്കാവ് പ്രദേശത്തും സൗന്ദര്യവൽക്കരണം നടത്തണമെന്ന് MLA നിർദ്ദേശിച്ചു. വഴിയോര വിശ്രമ കേന്ദ്രം, മനോഹരമായ വഴിവിളക്കുകൾ, ഇരിപ്പിടങ്ങൾ, നടപ്പാതകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കിഫ്ബിക്ക് തയ്യാറാക്കി നൽകാൻ KRFB അധികൃതരോട് കിഫ്ബി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. കൂമ്പുഴ പാലത്തിന് സമീപം വഴിയോര വിശ്രമ കേന്ദ്രവും മിനി പാർക്കും നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. റോഡിന്റെ 1.2 കിലോമീറ്റർ നീളത്തിൽ വീതിയായ 9 മീറ്ററോളം ആവശ്യമായ രീതിയിൽ മണ്ണ് ബലപ്പെടുത്തുകയും ആവശ്യമായ ലാബ് പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജിയോ ടെക്സ്റ്റൈൽ വിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നത് മൂലം ഈ പ്രവൃത്തി പരിസ്ഥിതി സൗഹാർദ്ദം കൂടിയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ ആധുനിക നിർമ്മാണ രീതികൾക്ക് മാതൃക എന്ന നിലയിലും ബൈപ്പാസിന്റെ നിർമ്മാണം ശ്രദ്ധേയമാണ്. കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. നവീകരണം പൂർത്തിയാകുന്നതോടെ തൃശൂരിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും 4 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാനും കഴിയും. ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ ഉപയോഗിച്ചുള്ള റോഡിന്റെ പ്രവൃത്തികൾ പട്ടിക്കര മുതൽ ചിറനല്ലൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഏപ്രിൽ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 2018-19 വെള്ളപ്പൊക്കം ഉയർന്ന തോതിൽ ബാധിച്ച ഈ റോഡിലെ ചിറനല്ലൂർ, കൂമ്പുഴ ഭാഗങ്ങളിലെ റോഡിന്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അംഗീകരിച്ച ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ രീതി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതി ഉപയോഗിക്കുന്നത്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണിത്. കേച്ചേരിയിൽ നിന്നാരംഭിച്ച് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡ പ്രകാരം 12 മീറ്റർ വീതിയിൽ നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2025 ജൂലൈ വരെ കരാർ കാലാവധിയുണ്ടെങ്കിലും ഈ വർഷം ഡിസംബറിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കിഫ്ബി ഡയറക്ടർ KP പുരുഷോത്തമൻ പറഞ്ഞു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതെന്നും ഡയറക്ടർ വ്യക്തമാക്കി. ഇത് ഇപ്പോൾ കംപ്ലീഷന്റെ ഡേറ്റ് അടുത്ത വർഷം 2025 ജൂലൈയിലാണ്. പക്ഷെ അതിന് മുമ്പിലും തീർക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ കോൺട്രാക്ടറും ഉള്ള റിസോഴ്സസ് ഒക്കെ മൊബിലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡിസംബറിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ജൂലൈ വരെ സമയം ഉണ്ടെങ്കിൽ, ജൂലൈ അടുത്ത 2025 ജൂലൈ വരെ സമയം ഉണ്ടെങ്കിൽ ഡിസംബറിൽ തന്നെ പൂർത്തീകരിക്കാൻ. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ജനുവരി 16 മുതലാണ് പ്രവൃത്തി ആരംഭിച്ചത്. IRC മാനദണ്ഡങ്ങളനുസരിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കലുങ്കുകളുടെയും കാനകളുടെയും റോഡിന്റെയും പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ 2.5 കിലോമീറ്റർ ദൂരം ടാറിങ്ങും 13 കലുങ്കുകളും 2 കിലോമീറ്ററോളം കാനകളും പൂർത്തീകരിക്കാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. വിവാഹം കഴിഞ്ഞ് 11ാം നാൾ നവവധു വയറുവേദനയെ തുടർന്ന് മരിച്ചു. പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട്ട് ഷൺമുഖൻ മകൻ ലിജിത്തിന്റെ ഭാര്യയും നാട്ടിക അറക്കൽ വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ മകളുമായ ധനിതയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു.
ഏപ്രിൽ 21-നായിരുന്നു ഇവരുടെ വിവാഹം. വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7:30-യോടെ തൃശൂർ ദയ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്. ധനിത വാടാനപ്പള്ളിയിലെ സെൻട്രൽ ലാബിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. ഭർത്താവ് ലിജിത്ത് അബുദാബിയിൽ ജോലി ചെയ്യുകയാണ്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭർത്താവിന്റെ വീടായ പെരുമ്പിലാവ് എത്തിച്ച് പൊതുദർശനത്തിന് ശേഷം ധനിതയുടെ നാട്ടികയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ശാന്തമാതാവും ധന്യ സഹോദരിയുമാണ്. ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ഗുരുവായൂരിൽ വിവാഹിതയായി. UK-യിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ പാലക്കാട് നെന്മാറ സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം. രാവിലെ 6 മണിയോടെയാണ് വിവാഹ സംഘം ഗുരുവായൂരിലെത്തിയത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് കാൽനടയായാണ് ക്ഷേത്രനടയിലെത്തിയത്. ക്ഷേത്രനടയിലെ 1ാമത്തെ കല്യാണ മണ്ഡപത്തിലായിരുന്നു താലികെട്ട്. തമിഴ് ബ്രാഹ്മണാചാരപ്രകാരം ജയറാം മകളെ മടിയിലിരുത്തിയ ശേഷം വരൻ താലികെട്ടി. രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷം 6:20-നായിരുന്നു താലികെട്ട്. തുടർന്ന് ജയറാം നവനീത് ഗിരീഷിന് മാളവികയുടെ കൈപിടിച്ചു നൽകി. ജയറാം പാർവതി ദമ്പതികളുടെ മകൻ കാളിദാസ്, നടനും BJP നേതാവുമായ സുരേഷ് ഗോപി, ഭാര്യ രാധിക എന്നിവരും അടുത്ത ബന്ധുക്കളും മാത്രമാണ് താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്തത്. ആരാധകരുടെ തിരക്കു കാരണം പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ജനുവരിയിൽ കുടകിലായിരുന്നു മാളവികയുടെയും നവനീത് ഗിരീഷിന്റെയും വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത്. താലികെട്ടിന് ശേഷം 7 മണിയോടെ വിവാഹസംഘം തൃശൂർ ഹയാത്ത് ഹോട്ടലിലേക്ക് യാത്രയായി. CCTV ന്യൂസ്, ഗുരുവായൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും കുന്നംകുളം റസ്റ്റ് ഹൌസിലെത്തി. പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവികയുടെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോഴിക്കോട്ടേക്ക് പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി കുന്നംകുളം റസ്റ്റ് ഹൌസിലെത്തിയത്. 15 മിനിറ്റോളം റസ്റ്റ് ഹൌസിൽ ചിലവഴിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി കോഴിക്കോട്ടേക്ക് മടങ്ങിയത്. കുന്നംകുളം റസ്റ്റ് ഹൌസിൽ എത്തുന്നതറിഞ്ഞ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മുഹമ്മദ് ബഷീർ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കഥകളി ലോകത്തെ അതികായനും കോതച്ചിറ സ്വദേശിയുമായ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാനെ കുന്നംകുളം പൗരാവലിയും സാംസ്കാരിക സംഘടനകളും ചേർന്ന് കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന ആദര ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഗോപി വന്ദനം എന്ന ആദര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ MV നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ KC നാരായണൻ, KB രാജ് ആനന്ദ് എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും. ഫാദർ ബെഞ്ചമിൻ OIC, പീശപ്പള്ളി രാജീവൻ, ഇട്ടി മാത്യു, PG ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിക്കും. ഉച്ചയ്ക്ക് ശേഷം 3:30-ന് കലാമണ്ഡലം ഗോപിയുടെ രംഗഭാഷ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, KB രാജ് ആനന്ദ്, പീശപ്പള്ളി രാജീവൻ തുടങ്ങിയവർ ചേർന്ന് സോദാഹരണ പ്രഭാഷണം എന്നിവ നടത്തും. വൈകിട്ട് 5-ന് നടക്കുന്ന ആദര സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ MV നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തും. ഡോക്ടർ R ബിന്ദു പുരസ്കാരദാനം നിർവഹിക്കും. VK ശ്രീരാമൻ, TK വാസു, കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിക്കും. ആദരവിന് കലാമണ്ഡലം ഗോപി മറുപടി പ്രസംഗം നടത്തും. വൈകിട്ട് 7-ന് മോഹിനിയാട്ടം അരങ്ങേറും. കലാമണ്ഡലം ഗോപി രചിച്ച പൂതനമോക്ഷം എന്ന കവിതയുടെ നൃത്താവിഷ്കാരം മിനി ബാനർജി അവതരിപ്പിക്കും. ശേഷം രാത്രി 8-ന് സുഭദ്രാഹരണം, മാലയിടൽ കഥകളിയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കുന്നംകുളം കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് VK ശ്രീരാമൻ, സെക്രട്ടറി കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്, PG ജയപ്രകാശ്, PS ഷാനു, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. പലപ്പോഴും അദ്ദേഹത്തിന്റെ വേഷം ഇവിടെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് സമുചിതമായിട്ടൊരു ആദരം കൊടുക്കാൻ നമുക്കായിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 3 മാസം മുൻപാണ് ഒരു തീരുമാനം എടുത്തിട്ട് അദ്ദേഹത്തെ സമുചിതമായിട്ടൊരു ദിവസം ആദരിക്കണം. ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആദരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ സ്വീകരിക്കുകയും എന്ത് സഹായങ്ങൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മുന്നോട്ട് വരികയും ചെയ്തതായിട്ടാണ് നമ്മുടെ അനുഭവം. CCTV ന്യൂസ്, കുന്നംകുളം. അന്തരിച്ച പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് K നടേശന് നാടിന്റെ യാത്രാമൊഴി. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊല്ലം മങ്ങാട് സ്വദേശിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു.
തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ശെമ്മാക്കുട്ടി ശ്രീനിവാസ് അയ്യർ അടക്കമുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. ആകാശവാണിയിൽ ജോലി ലഭിച്ചതോടെയാണ് തൃശൂരിൽ താമസമാക്കിയത്. ആകാശവാണിയുടെ ദേശീയ സംഗീത പരിപാടിയിലടക്കം കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. 2016 സംസ്ഥാന സർക്കാർ സ്വാതി സംഗീത പുരസ്കാരം നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി കലാരത്ന ഫെലോഷിപ്പ്, സംഗീത കലാ ആചാര്യ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. മങ്ങാട് നടേശനും സുധാവർമ്മയും ചേർന്നുള്ള ആകാശവാണിയിലെ കർണാടക സംഗീത പാഠം വളരെ ജനപ്രിയമായിരുന്നു. നിർമ്മലയാണ് ഭാര്യ. ഡോക്ടർ മിനി, പ്രിയ, പ്രിയദർശിനി എന്നിവർ മക്കളും സജിത്ത്, സുനിൽ എന്നിവർ മരുമക്കളുമാണ്. മങ്ങാട് കെ നടേശന്റെ വിയോഗത്തോടെ ഗുരുവായൂരിന് നഷ്ടമായത് ചെമ്പൈ സംഗീതോത്സവത്തിലെ നേതൃസ്ഥാനീയനെ. ചെമ്പൈ സംഗീതോത്സവം ആരംഭിച്ചതു മുതൽ സജീവ സാന്നിധ്യമായിരുന്നു കെ നടേശന്റേത്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ചെമ്പൈ സംഗീതോത്സവം നടന്നു വന്നിരുന്ന കാലം മുതലേ കെ നടേശൻ കച്ചേരി അവതരിപ്പിച്ചിരുന്നു. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രധാന ആകർഷണമായ പഞ്ചരത്ന കീർത്തന ആലാപനത്തിലും അമരക്കാരനായിരുന്നു. ആകാശവാണി സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്നതിനാൽ ചെമ്പൈ സംഗീതോത്സവം റിലേയുടെ ഉത്തരവാദിത്തവും അദ്ദേഹത്തിനായിരുന്നു. 2014 ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം കച്ചേരിയും അവതരിപ്പിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ പ്രായാധിക്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം മുഴങ്ങിക്കേട്ടിരുന്ന പേരും മങ്ങാട് കെ നടേശന്റേതായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ചെമ്പൈ സംഗീതോത്സവ വേദിയിലെ നികത്താനാവാത്ത നഷ്ടമായി. CCTV ന്യൂസ്, ഗുരുവായൂർ. ഓൺലൈൻ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് കുന്നംകുളം നഗരസഭയിൽ കെ സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. കുടുംബശ്രീ സംരംഭമായാണ് കെ സ്മാർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസിനോട് ചേർന്ന് ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഫെസിലിറ്റേഷൻ സെന്റർ തുറന്ന് പ്രവർത്തിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, സെക്രട്ടറി KB വിശ്വനാഥൻ, CDS ചെയർപേഴ്സൺമാരായ ശശികല, ഷിജി തുടങ്ങിയവർ പങ്കെടുത്തു. അതിതീവ്രമായ ചൂടും ഉഷ്ണതരംഗ സാധ്യതയും നിലനിൽക്കുമ്പോഴും പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ആശ്വാസമാവുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട്ടെ കുടിവെള്ള ATM. കുന്നംകുളം മുതൽ വടക്കാഞ്ചേരി വരെയുള്ള സംസ്ഥാന പാതയിലെ ഏക കുടിവെള്ള ATM കൂടിയാണിത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായി കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് പൊതുജനങ്ങൾക്കും ദീർഘദൂര യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടി കുടിവെള്ള ATM സ്ഥാപിച്ചത്. വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് മാസം 400 ലിറ്റർ വെള്ളം മാത്രമാണ് ATM വഴി വിതരണം ചെയ്തിരുന്നതെങ്കിൽ വേനൽ കടത്തതോടെ ഏപ്രിൽ മാസത്തെ അവസാനത്തെ 2 ആഴ്ചയിൽ തന്നെ 1200 ലിറ്റർ വെള്ളം ATM വഴി വിതരണം ചെയ്തു. ആരംഭത്തിൽ 1 രൂപയ്ക്ക് 1 ലിറ്റർ തണുത്ത വെള്ളത്തിനായിരുന്നു ആവശ്യക്കാർ കൂടുതലെങ്കിൽ വേനൽ കടുത്തതിന്റെ ഭാഗമായി 5 രൂപയ്ക്ക് 5 ലിറ്റർ വെള്ളം വാങ്ങുന്നതിനുള്ള ആളുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. കടകളിൽ 1 ലിറ്റർ വെള്ളം 20 രൂപ നിരക്കിൽ വിൽപ്പന നടത്തുമ്പോഴാണ് ATM വഴി 1 രൂപയ്ക്ക് 1 ലിറ്റർ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. കുന്നംകുളം മുതൽ വടക്കാഞ്ചേരി വരെയുള്ള സംസ്ഥാന പാതയിലെ ഏക കുടിവെള്ള ATM കൂടിയായതിനാൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ് ഈ ATM. ജനകീയാസൂത്രണ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലൊരു വാട്ടർ ATM വന്നത് ജനങ്ങൾക്കും അതുപോലെ തന്നെ മരത്തംകോടിന് ഓപ്പോസിറ്റ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്തരത്തിലുള്ളൊരു ATM വന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് പരീക്ഷ കാലഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ അവർക്ക് ദാഹം അകറ്റാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ദാഹം അകറ്റാനൊക്കെ ഈ ഒരു വാട്ടർ ATM വഴി കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല ജലമാണ്, നല്ല തണുപ്പുള്ള ജലമാണ് കിട്ടുന്നത്. ഇവിടെ വന്ന ജനങ്ങൾ അവനവൻ്റെ ദാഹം അകറ്റുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഒരു ആത്മസംതൃപ്തി തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ 70ഓളം കുടിവെള്ള പദ്ധതികൾ കടങ്ങോട് പഞ്ചായത്തിലുണ്ട്. വെള്ളത്തിനൊക്കെ വളരെ ക്ഷാമമുള്ള ഈ സമയത്ത് ആ പദ്ധതികളോടൊപ്പം തന്നെ പിന്നെയും വലിയ ക്ഷാമമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ 18 വാർഡുകളിലും മെമ്പർമാർ ചോദിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ നമ്മൾ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചുകൊണ്ട്. CCTV ന്യൂസ്, വേലൂർ. കരിങ്കൽ ക്വാറി എന്ന് കേട്ടാൽ നെറ്റി ചുളിക്കുന്നവരാണ് നാം. എന്നാൽ കടുത്ത വേനലിലും വർഷങ്ങളായി ഒരു പ്രദേശത്തുകാരുടെ ദാഹമകറ്റുന്ന ഒരു കരിങ്കൽ ക്വാറിയുണ്ട് വല്ലപ്പുഴയിൽ. കാണാം ആ കാഴ്ചകൾ. ഒരു കാലത്ത് പ്രദേശവാസികളുടെ പേടി സ്വപ്നമായിരുന്നു ഈ കരിങ്കൽ ക്വാറി. എന്നാൽ ഇന്ന് കഥ മാറി. 50-ലേറെ കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് 11-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയാങ്കുന്ന് ക്വാറി.
20 വർഷം മുമ്പാണ് കോറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. പിന്നീടാണ് കോറിയിൽ ജലസംഭരണം തുടങ്ങിയത്. പന്നിയാങ്കുന്ന് തറവാടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോറി. ഇനിയിപ്പോൾ ഒരു മഴ പെയ്തില്ലേ 2-3 മാസം കൂടി ഉപയോഗിക്കാം. അത്രക്കും വെള്ളം എപ്പോഴും കോറിയിൽ നിൽക്കുന്നുണ്ട്. ഇല്ല, ഈ കോരി ഞങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയ ശേഷം പിന്നെ പറ്റിയിട്ടില്ല. ഇത്തവണ ഇനിയിപ്പോൾ പറ്റുമോയെന്ന് അറിയില്ല. മഴ ഇങ്ങനെ വൈകിയാൽ വറ്റാൻ സാധ്യത. നല്ല സൗകര്യം തന്നെ. അതില്ലെങ്കിൽ അവസ്ഥ ഒന്ന് നോക്ക്. വെള്ളത്തിൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളമില്ലാത്ത ഏരിയയാണ്. അതായത് കോഴക്കിണർ 500 അടി അടിച്ചാലും കൂടി വെള്ളമില്ലാത്ത സ്ഥലമാണ് ഇത്. സത്യം പറഞ്ഞാൽ അത്രക്കും ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഈ കോറി. കിണറുകളുണ്ട്, പക്ഷെ എല്ലാ കിണറ്റിലും വെള്ളമല്ല. അത് ചില വീട്ടിലേക്ക് കിണറുള്ളൂ. അതാണ് വർഷക്കാലത്തും കൂടി കോറിയിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. വേനലിലും വറ്റാത്ത കുറവയായി കോറി മാറിയതോടെയാണ് പ്രദേശവാസികളുടെ കുടിവെള്ള സ്രോതസ്സാക്കി ഇതിനെ മാറ്റിയത്. പഞ്ചായത്തിലെ 11-15 വാർഡുകളിൽ നിന്നുമുള്ള ആളുകളാണ് ഈ കോറിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നത്. 30-ലേറെ മോട്ടോറുകൾ വെച്ചാണ് കോറിയിൽ നിന്നും ഓരോ കുടുംബങ്ങളിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്നത്. വേനലിൽ മാത്രമല്ല വർഷക്കാലത്തും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തുകാർക്ക് കോറിയിലെ നീരുറവ വലിയ അനുഗ്രഹമാണ്. വടക്കേക്കാട് തൊഴിയൂരിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. മന്ദലാംകുന്ന് അകലാട് സ്വദേശി മേപ്പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള അനീഷിനാണ് പരിക്കേറ്റത്. വയലത്തൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ അനീഷിനെ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ചക്കംകണ്ടം കായലിൽ നിന്ന് ചെളി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 2 പ്രളയകാലത്ത് വ്യാപകമായി ചെളി അടിഞ്ഞുകൂടിയതുമൂലം നാട്ടുകാർ ദുരിതത്തിലാണ്. ഗുരുവായൂർ നഗരസഭയിലെ 11ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് കായലിൽ വ്യാപകമായി ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ നിന്നുള്ള മാലിന്യം വലിയ തോട് വഴി ഒഴുകിയെത്തുന്നത് ചക്കംകണ്ടം കായലിലേക്കാണ്. ചളിയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമാണ്. പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകളും മലിനപ്പെട്ടിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കായലോരത്തെ ചളി നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം നീക്കം ചെയ്യാൻ നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇതിനെ കായൽ നികത്തുന്നു എന്ന രീതിയിലാണ് അധികൃതർ നോക്കിക്കാണുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ കായൽക്കടവിന്റെ പരിസര പ്രദേശങ്ങൾ ഈ ഭാഗത്തുള്ള ഈ പുഴയിൽ പലവിധ മാലിന്യങ്ങളും ഗുരുവായൂരിൽ നിന്നും അതുപോലെ തന്നെ പല പല ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ഇവിടെ വന്ന് വേലിയേറ്റത്തിന് ഞങ്ങളുടെ വീടിന്റെ സമീപത്താണ് ഇതെല്ലാം കൂടെ കൂടിക്കിടക്കുന്നത്. അത് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഈ കേറിയ മാലിന്യങ്ങൾ മുഴുവനും അതിനുശേഷം വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ മാലിന്യം അവിടെ തന്നെ കിടന്ന് വളരെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണം മാത്രം പോയാൽ മതി, വേറെ വിഷയങ്ങൾ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പുഴയുടെ ആഴം കൂട്ടി വേലിയിറക്കം സുഗമമായിട്ട് നടത്തുക. വർഷങ്ങൾക്ക് മുമ്പ് കായലിൽ നിന്ന് വ്യാപകമായി ചെളി നീക്കം ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ചളി നീക്കം ചെയ്യുന്നതിന് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. നിരോധനത്തിൽ അയവ് വരുത്തി ചളി നീക്കം ചെയ്ത് ദുരിതക്കയത്തിൽ നിന്ന് കരകയറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ഹരിതകർമ്മസേന കടകളിൽ നിന്ന് മാലിന്യം കൊണ്ടുപോകുന്നതിനായി സ്വീകരിക്കുന്ന തുക തരം തിരിച്ച് വാങ്ങിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവത്ര യൂണിറ്റ് വാർഷികം പൊതുയോഗം ആവശ്യപ്പെട്ടു. നിലവിൽ മാലിന്യം വളരെ കുറവുള്ള കടകളും കൂടുതൽ മാലിന്യം നൽകുന്ന കടകളും ഒരേ തുകയാണ് നൽകുന്നത്. ഇതിൽ മാറ്റം വരുത്തണമെന്നാണ് സംഘടന ആവശ്യപ്പെട്ടത്. തിരുവത്ര കുമാർ AUP സ്കൂളിൽ നടന്ന യോഗം സംഘടനയുടെ മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കൺവീനർ ജോജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രവർത്തന റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി TV ആനന്ദ്, വരവ് ചെലവ് കണക്ക് യൂണിറ്റ് ട്രഷറർ CA ജംഷീർ അലി എന്നിവർ അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, AC ഹരിലാൽ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് RH ഹാരിസ്, സെക്രട്ടറി TV ആനന്ദ്, ട്രഷറർ CA ജംഷീർ അലി എന്നിവരെ തെരഞ്ഞെടുത്തു. കർഷകർക്ക് ആശ്വാസമായി എളവള്ളി പഞ്ചായത്തിൽ കോരാത്ത തോട് നിർമ്മാണം പുരോഗമിക്കുന്നു. എളവള്ളി പഞ്ചായത്തിലെ വാഗ കോരാത്ത തോടിന്റെ നിർമ്മാണമാണ് ത്വരിതഗതിയിൽ മുന്നേറുന്നത്. 6 മീറ്റർ വീതിയുള്ള തോടിന്റെ പാർശ്വഭിത്തി സംരക്ഷണമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർവഹിക്കുന്നത്. 3 മീറ്റർ ഉയരത്തിൽ കരിങ്കല്ല് കെട്ടി ഇടയിൽ 2 കോൺക്രീറ്റ് ബെൽറ്റ് സ്ഥാപിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. വാഗാപ്പുഴയിൽ നിന്നും മണച്ചാലിലേക്ക് വെള്ളം ഒഴുകിവരുന്ന പ്രധാന കൈവഴിയാണ് കോരാത തോട്.
തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ നിർദ്ദേശപ്രകാരം നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. 6 മീറ്റർ വീതി ഉറപ്പുവരുത്തി ആദ്യഘട്ടത്തിൽ 200 മീറ്റർ ദൂരമാണ് തോട് സംരക്ഷിക്കുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ള സമഗ്ര ജലസംരക്ഷണ പദ്ധതി പ്രകാരമാണ് കോരാത്ത തോട് സംരക്ഷിക്കുന്നതെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതിക്ക് ഭരണസമിതി നൽകിയ നിർദ്ദേശത്തിന്റെ ഭാഗമായി നഗരസഞ്ചയ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 35 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കോരാത്ത തോടിന്റെ ഇരു പാർശ്വ ഭിത്തികളും നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടെടുത്ത് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ മെയ് മാസം അവസാനത്തോടു കൂടി കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന തരത്തിൽ കോരാത്ത തോടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കും. അതോടുകൂടി വാഗപ്പുഴയിൽ നിന്നും മണച്ചാലിലേക്കുള്ള വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്ന പ്രധാന ഒരു കൈവഴി എന്ന നിലയ്ക്ക് അതിന്റെ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി ജല ആഗമന നിർഗമനത്തിന് ഏറ്റവും സുഗമമാകും. മുല്ലശ്ശേരി ബ്ലോക്ക് LID ആൻഡ് EW അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ രവി, എളവള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ KV വിജിത എന്നിവർക്കാണ് മേൽനോട്ട ചുമതല. CCTV ന്യൂസ്, കേച്ചേരി. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാകുന്നു. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. എരുമപ്പെട്ടി നെല്ലുവായ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്താണ് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലം വൻതോതിൽ പാഴാകുന്നത്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലും സമാന രീതിയിൽ ശുദ്ധജലം നഷ്ടപ്പെട്ടിരുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വാഹനങ്ങൾ നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശുദ്ധജല വിതരണ പൈപ്പുകൾ പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നത്. അധികൃതരുടെ അവഗണനാ മനോഭാവമാണ് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടക്കാൻ വൈകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. AR ശ്രീ കാർത്തികേനി ഭഗവതി ക്ഷേത്രത്തിൽ മെയ് 3 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന കാർത്തിക ആറാട്ട് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ താന്ത്രിക വിധിപ്രകാരം ദേവചൈതന്യം സപ്തവർണ്ണ കൊടിക്കൂറയിലേക്ക് ആവാഹിച്ച പ്രത്യേകം സജ്ജമാക്കിയ ധ്വജത്തിൽ ഉത്സവത്തിന് കൊടിയേറും. ആറാട്ട് മഹോത്സവം വരെ വിശേഷാൽ പൂജകളും വിവിധ വാദ്യാഘോഷങ്ങളും നടക്കും. എല്ലാ ദിവസവും രാവിലെ 7:30 ക്ഷേത്രക്കുളത്തിൽ ആറാട്ടുമുണ്ടാകും. മെയ് 9 വലിയ ആറാട്ട് മഹോത്സവം നടക്കും. ദേവിയെ ആറാട്ടിനായി ആറാട്ട് കുളക്കടവിലേക്ക് എഴുന്നള്ളിക്കും. ശേഷം ആനപ്പുറത്ത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ തിരിച്ചെഴുന്നള്ളിക്കും. നിറപറയോടുകൂടി കൊടിമര ചുവട്ടിൽ ഭക്തജനങ്ങൾ ദേവിയെ എതിരേൽക്കും. പറവയ്പ്പിനു ശേഷം കൊടിയിറക്കം, 25 കലശം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ശേഷം ബ്രാഹ്മണിപ്പാട്ട് തുടങ്ങിയവയും ഉണ്ടാകും. വൈകിട്ട് 6 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങും. രാത്രി 7:55 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 8 പ്രാദേശിക കമ്മിറ്റികളിൽ നിന്നായി 22 ഗജവീരന്മാർ അണിനിരക്കും. മെയ് 10 പുലർച്ചെ 3 പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാവിലെ 5:20 പഞ്ചാരിമേളവും നടക്കും. രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ മധുവേല, 18ാം കർമ്മം, ദണ്ടുപറി എന്നിവയും ഉണ്ടാകും. ശേഷം ഭദ്രകാളി ക്ഷേത്ര നടപ്പുരയിൽ പറവയ്പും നടക്കും. വിവിധ ദിവസങ്ങളിൽ ക്ഷേത്ര മൈതാനിയിൽ നാടകം, നൃത്യങ്ങൾ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് AV ബാലൻ, ജനറൽ സെക്രട്ടറി TR രബീഷ്, മെമ്പർ സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCTV ന്യൂസ്, വേലൂർ. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ MC വർഗീസ് കോലഞ്ചേരി പ്രസംഗിക്കും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യവും ഉണ്ടാകും. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 4-5 തീയതികളിൽ ചേംബർ ടവറിൽ വനിതാ മെഗാ എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായി രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രദർശനം. കരകൌശല വസ്തുക്കൾ, ഫുഡ് സ്റ്റാളുകൾ, അലങ്കാര ചെടികൾ, വാഹനങ്ങൾ, ഫർണിച്ചറുകൾ, IT, പവർ, ഇലക്ട്രോണിക്സ് തുടങ്ങി 40-ൽ പരം സ്റ്റാളുകൾ ഒരുക്കും. കുട്ടികൾക്കായി കിഡ്സ് ഷോ, മ്യൂസിക് നൈറ്റ്, DJ നൈറ്റ് വിത്ത് ഡിന്നർ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചേംബർ പ്രസിഡന്റ് KP സാക്സൺ, ഭാരവാഹികളായ ജിനീഷ്, സൂസൻ, സക്കറിയ, എക്സിബ ജോഷ് എന്നിവർ പങ്കെടുത്തു. എക്സ്പോ നടക്കുന്നത് നാളെ 10 മണിക്കാണ് ഉദ്ഘാടനം. ചേംബർ പ്രസിഡന്റ് KP സാക്സനാണ് ഉദ്ഘാടനം. ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നവർക്ക് മലങ്കര ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് നിർണയ, അതുപോലെ ബ്ലഡ് ചെക്കിങ്, അത് ഫ്രീ ആയിട്ടുള്ള അവിടെ ക്യാമ്പുണ്ട്. അന്ന് 4-ാം തീയതി കിഡ്സ് ഷോ 4 മണിക്ക് ആരംഭിക്കും. മ്യൂസിക് നൈറ്റ് അന്നേ ദിവസം 7:30 ആരംഭിക്കുന്നുണ്ട്. 2 ദിവസം നമുക്ക്
എക്സ്പോ മെഗാ വിൻ മെമ്പർ ഉണ്ട്. അതിൽ ഗോൾഡ് കോയിനുകളാണ് നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. കൂടാതെ 5-ാം തീയതി വൈകിട്ട് 7 മണിക്ക് DJ നൈറ്റ് വിത്ത് ഡിന്നറാണ് വരുന്നത്. അത് മാത്രമേ പാസ് ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം തന്നെ പൂർണ്ണമായി സൗജന്യമാണ്. പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന മോർ ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വചനപ്രഘോഷണവും നടക്കും. ഫാദർ ജിബിൻ ചാക്കോ വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8 മണിക്ക് മോർ ദിയോസ്കോറോസ് കുര്യാക്കോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും നടക്കും. തുടർന്ന് 10 മണിക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തെ തുടർന്ന് ആശീർവാദവും 10:30 നേർച്ച ഭക്ഷണം വിളമ്പലും ഉണ്ടാകും. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സിജി മാത്യു, ട്രസ്റ്റി സുബിൻ ജോർജ്, സെക്രട്ടറി CP ജോസ്, ട്രഷറർ CV ഗീവർഗീസ് എന്നിവർ നേതൃത്വം നൽകും. വടക്കഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിലെ പൂങ്ങോട് സ്റ്റേഷൻ അതിർത്തിയിൽ ഉൾപ്പെട്ട മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുനിലങ്കോട് കാഞ്ഞിരശ്ശേരി വനമേഖലയിൽ വൻ അഗ്നിബാധ. വ്യാഴാഴ്ച വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. പ്രദേശത്തെ അക്കേഷ്യ മരങ്ങളാണ് കത്തിനശിച്ചത്. അഗ്നിരക്ഷാസേനാ വിഭാഗം എത്തിച്ചേർന്നെങ്കിലും കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിനാൽ വാഹനം തിരിച്ചുപോയി. ജലക്ഷാമവും വില്ലനായി. സമീപ പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും ഫയർലൈൻ മുഖേന തീ നിയന്ത്രണ വിധേയമായതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന പരുവക്കുന്ന് സ്വദേശിക്ക് അക്കിക്കാവിലെ DC പ്രിന്റ് ഷോപ്പ് മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും കൈത്താങ്ങ്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്ന പെരുമ്പിലാവ് പരുവക്കുന്ന് പണിക്ക വീട്ടിൽ അൻവറിനായാണ് പണം സമാഹരിച്ചത്. ഇവരിൽ നിന്നും സമാഹരിച്ച തുക DC പ്രിന്റ് മാനേജർ PR രഞ്ജീഷിൽ നിന്നും സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡയറക്ടർ ഉസ്മാൻ കല്ലാട്ടയിൽ ഏറ്റുവാങ്ങി. സാന്ത്വനം സെക്രട്ടറി രാകേഷ് P രാഘവൻ, വൈസ് പ്രസിഡന്റ് MA കമറുദ്ദീൻ, DC പ്രിന്റ് ഷോപ്പിലെ ജീവനക്കാരായ നിഷാദ് ചെറുള്ളി, വൈശാഖ് PV, വേശു അഗതിയൂർ, TV ബുഷറ എന്നിവർ പങ്കെടുത്തു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമുള്ള അൻവറിനെ ചികിത്സിക്കാൻ വരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ചികിത്സ തേടുന്ന അൻവറിനെ ശസ്ത്രക്രിയയ്ക്കായി സഹോദരൻ കിഡ്നി നൽകും. എന്നാൽ ശസ്ത്രക്രിയയ്ക്കായി 15 ലക്ഷത്തോളം രൂപ ചിലവ് വരും. സാന്ത്വനം പാലിയേറ്റീവ് സെന്ററിലെ സഹപ്രവർത്തകരുടെയും മറ്റും സഹായത്താലാണ് ഇതുവരെ ചികിത്സകൾ നടന്നത്. ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗീകൃത 2020 മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി എന്ന അപൂർവ നേട്ടം കരസ്ഥമാക്കിയ പ്രിൻസ് ആലപ്പാട്ടിനെ DYFI വേലൂർ മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, CPM ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി, DYFI മേഖലാ സെക്രട്ടറി ബിബിൻ KP തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ പറവകൾക്കായി കുടിനീർ സൗകര്യം ഒരുക്കി. മഹല്ലി പ്രസിഡന്റ് അരക്കൽ അബ്ദുൽ ഗഫൂർ മൺപാത്രത്തിൽ വെള്ളം നിറച്ച് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരുടെയും വീടുകളിലെ മുറ്റങ്ങളിലും പറമ്പുകളിലും കിളികൾക്കും മറ്റും കുടിക്കുവാനുള്ള വെള്ളം പാത്രങ്ങളിലും നിറച്ചുവെക്കാൻ വിദ്യാർത്ഥികളോട് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പ്രധാനാധ്യാപകൻ ഇസ്മയിൽ സുഹരി പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. വിദ്യാർത്ഥികളും ഉസ്താദുമാരും പങ്കെടുത്തു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 21ാമത് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. ഏപ്രിൽ 28 മുതൽ മെയ് 5 വരെയുള്ള ദിവസങ്ങളിലാണ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരിയാണ് സപ്താഹദീപ പ്രോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തത്. ഭാഗവതാചാര്യൻ ഗുരുവായൂർ വസുമതി വി നായർ, സാവിത്രി അന്തർജനം, ശിവരാം സ്വാമി തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ഭാഗവത സപ്താഹത്തിന്റെ 4ാം ദിവസം വർണ്ണാശ്രമധർമ്മം, ഗജേന്ദ്രമോക്ഷം, കൂർമാവതാരം, മത്സ്യാവതാരം, ബലരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം എന്നീ ഭാഗങ്ങളുടെ പാരായണവും തത്വവിചാരവും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണാവതാരം ഭക്തിസാന്ദ്രമായ ഉത്സവ ആഘോഷമാക്കി. തുടർന്ന് ഗോപികാനൃത്തം, ബാലലീലകളുടെ ആവിഷ്കാരം, ഉറിയടി എന്നിവയോടുകൂടി സ്റ്റേജ് പരിപാടികളും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. സപ്താഹ ദിവസങ്ങളിൽ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ചായയും ഉണ്ടായിരിക്കുമെന്നും സമാപന ദിവസമായ മെയ് 5-ന് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദഊട്ടും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം.
ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ഫുഡ്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി നടന്ന ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ കാസ്കോ FC ശാസ്ത മെഡിക്കൽസ് തൃശൂർ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു. റോയൽ ട്രാവൽസ് കോഴിക്കോടുമായി 3-3 ഗോളിന് സമനില പാലിച്ച മത്സരം എക്സ്ട്രാ ടൈമിലും പെനാൽറ്റിയിലും സമനില പാലിച്ചു. നറുക്കെടുപ്പിലൂടെ ശാസ്ത തൃശൂർ വിജയികളായി. രണ്ടാം ക്വാർട്ടർ മത്സരത്തിൽ ശനിയാഴ്ച രാത്രി 9-ന് ഷിഫ മഞ്ചേരിയും FC കൊണ്ടോട്ടിയും തമ്മിൽ ഏറ്റുമുട്ടും. ആളൂർ നാട്ടുകൂട്ടം കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന അവധിക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരനും കണ്ടാണിശ്ശേരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. AC അഷ്റഫ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വ്യക്തിത്വ വികസനം, ക്രാഫ്റ്റ് വർക്ക്, നാടൻപാട്ട്, വെജിറ്റബിൾ പ്രിന്റിംഗ് ആർട്ട്, ചിത്രരചന തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി സിറാജുദ്ദീൻ മാസ്റ്റർ, ഷീന ടീച്ചർ, അഭയ ജെയ്സൺ കോട്ടപ്പടി തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. നാട്ടുകൂട്ടം ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംബന്ധിച്ചു. പറ്റാവുന്ന വിധത്തിൽ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സൗകര്യപ്പെടുത്തിക്കൊണ്ട് നാട്ടുകൂട്ടത്തിൻ്റെ പ്രവർത്തകരിൽ വ്യത്യസ്തമായി പല തരത്തിലുള്ളതായിട്ടുള്ള വിഷമങ്ങളും അനുഭവിച്ചിട്ടായാലും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ സംഗതിയാണ്. അതിന് നാട്ടുകൂട്ടത്തിൻ്റെ പ്രവർത്തകരെ മുഴുവൻ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6560 രൂപ, പവന് 52,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 87 രൂപ. ചരമം ചാലിശ്ശേരി കുന്നത്തേരിപ്പറമ്പിൽ പരേതനായ കുട്ടിക്കോതയുടെ മകൻ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. ശോഭ ഭാര്യയാണ്. സുരഭി, ആരതി, അരുൺ എന്നിവർ മക്കളാണ്. വാഗ ചെറുവത്തൂർ അന്തോണി മകൾ താണ്ടു ടീച്ചർ നിര്യാതയായി. 88 വയസ്സായിരുന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയായിരുന്നു പരേത. സംസ്കാരം വാഗാപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. വെള്ളറക്കാട് ദുബായ് റോഡിൽ കൊങ്ങത്ത് രാജഗോപാൽ എന്ന ബാബു നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. അനിത ഭാര്യയാണ്. നീരജ്, നീതു എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കിഴക്കേനടയിൽ ടൗൺ ജുമാ മസ്ജിദിന് സമീപം നാലകത്ത് അബൂബക്കർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച രാവിലെ 8-ന് അങ്ങാടിത്താഴം പള്ളി ഖബർസ്ഥാനിൽ നടക്കും. പരേതയായ ഉമ്മുവാണ് ഭാര്യ. ഷെഫീഖ്, ഷമീർ, റഫീഖ്, താഹിർ, അമീർ, ഹാരിസ്, സുബൈദ, ഷക്കീല, ഷമീർ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് മണിയറക്കോട് കടൽ വീട്ടിൽ പരേതനായ മുഹമ്മദുണ്ണി മകൻ ഷാജഹാൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം പെരുമ്പിലാവ് സെൻട്രൽ ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. റജീന ഭാര്യയാണ്. ഷബാന മകളാണ്. ഗുരുവായൂർ കാരക്കാട് പരേതനായ വലിയകത്ത് പൊക്കാരത്ത് അബ്ദുള്ള ഭാര്യ നഫീസക്കുട്ടി നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. സുഹറ, സുബൈർ, ഹൈറുന്നീസ, സാജിദ, ഷാബിദ, ഇല്യാസ് എന്നിവർ മക്കളാണ്. പെഞ്ഞാമുക്ക് താനിക്കൽ പരേതനായ ഇയു മകൻ കാക്കു നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പെഞ്ഞാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ നടക്കും. ലില്ലി ഭാര്യയാണ്. ഷാജി, ജിഷി, ടിജിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പുലിയെ കണ്ടതായുള്ള അഭ്യൂഹം. ജനങ്ങൾ പരിഭ്രാന്തരായി. പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ വീടിന്റെ സമീപത്തും തറയിലും കണ്ടെത്തി. പോലീസെത്തി അന്വേഷിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. തിരുമിറ്റക്കോട് പള്ളിപ്പാടം പ്രദേശത്തെ മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവായി. തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയുമായ MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. പള്ളിപ്പാടത്ത് മണ്ണ് ഖനന സ്ഥലം പരിശോധിക്കാനെത്തിയ ജിയോളജി വകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്ന് വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. ഗതാഗത കമ്മീഷണറുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിന് സ്റ്റേ ഇല്ല. സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. അന്തരിച്ച പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് K. നടേശന് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം വെള്ളിയാഴ്ച പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. മങ്ങാട് K. നടേശന്റെ വിയോഗത്തോടെ ഗുരുവായൂരിന് നഷ്ടമായത് ചെമ്പൈ സംഗീതോത്സവത്തിലെ നേതൃസ്ഥാനീയനെ.
വിവാഹം കഴിഞ്ഞ് 11ാം നാൾ നവവധു വയറുവേദനയെ തുടർന്ന് മരിച്ചു. പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട്ട് ഷൺമുഖൻ മകൻ ലിജിത്തിന്റെ ഭാര്യയും നാട്ടിക അറയ്ക്കൽ വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ മകളുമായ ധനിതയാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം കൊള്ളന്നൂർ വീട്ടിൽ പരേതരായ ബാബു കുഞ്ഞമ്മ ദമ്പതികളുടെ മകൻ കെനഡി ബാബുവിന്റെ 38ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.